ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടിൻ്റെ ആ ആരവങ്ങളിലേക്ക് കേരള സമൂഹം എത്തുന്ന ഈ വേളയിൽ പതിവായി CPM എന്ന് പറയുന്ന പാർട്ടി ചെയ്യുന്ന ചില പ്രക്രിയകളുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത്ര കണ്ടങ്ങ് ഇഷ്ടത്തോടെ അല്ലാതെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അവിടെ അസ്വസ്ഥരായി നിൽക്കുന്നവരെ തേടിപ്പിടിച്ച് തങ്ങളുടെ സ്വന്തം പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നൊരു ശീലം CPMനുണ്ടായിരുന്നു. അപ്പോൾ CPM ഇപ്പോൾ ഭരണത്തിലേക്ക് വന്നിട്ട് നീണ്ട 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം എന്നോണം കേൾക്കുന്ന പേരുകൾ നിരവധിയുണ്ട്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ ഈ പറയുന്ന രീതിയിൽ രക്തസാക്ഷി ഫണ്ട് പാർട്ടി തന്നെ അതിൻ്റെ പാർട്ടിയുടെ അവിടുത്തെ പയ്യന്നൂരത്തെ MLA മധുസൂദനൻ വെട്ടിപ്പ് നടത്തി എന്ന് പാർട്ടി കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളോടും പറഞ്ഞ് മടുത്ത് ഒടുവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് വിളിച്ചു പറയുമ്പോൾ ഞെട്ടിത്തരിക്കുകയായിരുന്നു കേരളത്തിൽ CPM അനുഭാവികളും CPM പാർട്ടി അംഗങ്ങളും എന്ന് പറയേണ്ടി വരില്ല. കാര്യം ഞെട്ടിത്തരിക്കാൻ അതിലൊന്നുമില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ കഴിഞ്ഞ 15-20 വർഷത്തിനപ്പുറം ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ എന്നുള്ള കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അനുഭാവികളായി നിൽക്കുന്നവർ അല്ലെങ്കിൽ പാർട്ടിയിൽ അംഗത്വമുള്ളവർക്ക് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ഇനി ബുദ്ധി ഉണ്ടാകാൻ കഴിക്കേണ്ടതില്ല എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നത് ജനോത്സവം, അതായത് നമ്മുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഉത്സവം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുഖ്യ രാഷ്ട്രീയ കക്ഷികളായി കേരളത്തിൽ CPM ഇന്നലെ വരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അസ്വസ്ഥരായി എന്നവരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവരുടെ രാഷ്ട്രീയ ബുദ്ധി, അവർക്ക് രാഷ്ട്രീയ കൗശലമുള്ളൂ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവന്നവർ അവരിൽ ചിലർക്ക് ഇപ്പോഴും ഈ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവർ കൂടെ നിർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ നമ്മളിവിടെ പറയുന്നത് മുഖ്യമന്ത്രി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കേരളം കണ്ട ഏറ്റവും നല്ല ജനകീയനായ ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ PA തന്നെയായിരുന്ന സുരേഷ് എന്ന് പറയുന്ന പാർട്ടി അംഗത്തിനെ അവർ കഴിഞ്ഞ 13 വർഷമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഷ്യത്തിൽ സഖാവ് VS അച്യുതാനന്ദൻ എന്ന നേതാവ് അവർക്ക് എന്നു മുതൽ ഇഷ്ടമില്ലാത്ത ഒരാളായി തീർന്നു അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സഖാവായി തീർന്നു എന്ന് ചോദിച്ചാൽ VS ഈ പാർട്ടിയിൽ നടക്കുന്ന ഇപ്പോൾ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള അത്തരം കൊള്ളരുതായ്മകളെ പലതിനെയും എതിർത്ത VSനോടൊപ്പം ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അല്ലാതെയും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹത്തോടൊപ്പം നിഴലായി നടന്നു എന്നുള്ളൊരു ഒറ്റ കുറ്റം മാത്രമേ സുരേഷ് ചെയ്തിട്ടുള്ളൂ എന്ന് കേരള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതിനോടകം തന്നെ അദ്ദേഹം ആകെ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. VSനോടൊപ്പം അദ്ദേഹം പോകുന്നിടത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഒരു കൈത്താങ്ങായി നിന്നു. അപ്പോൾ VS മരണപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ 1 വർഷമാകുമ്പോൾ അദ്ദേഹം അറിയാതെ വിളിച്ചു പറഞ്ഞു, 13 വർഷം ഈ പാർട്ടി എന്നെ പുറത്തു നിർത്തിയിരിക്കുന്നു. പാർട്ടി എന്നെ പുറത്തു നിർത്തുന്നതിൻ്റെ കാരണമെന്ത് എന്ന് പാർട്ടി എന്നോട് പറയൂ. പാലക്കാട് ഒരു പാർട്ടി കുടുംബത്തിൽ പറഞ്ഞ ഈ പറയുന്ന രീതിയിൽ ഈ സുരേഷിന് അത് പറയേണ്ടി വരും എന്നുണ്ടെങ്കിൽ യഥാർത്ഥ പാർട്ടിക്കാരനായതുകൊണ്ടും പാർട്ടി കൂറുള്ളത് കൊണ്ട് തന്നെയാണ് സുരേഷ് അത് പറഞ്ഞത്. അവിടെയാണ് നമുക്ക് തെറ്റിയത്. ഈ പാർട്ടി കൂറ് എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് കാണിക്കുമ്പോൾ വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ സുരേഷിനോട് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ മറുപടി 8 പ്രാവശ്യം എടുക്കില്ല എന്നാണ്. അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ VSന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോകേണ്ടി വരുന്നത്. VS എന്ന് പറയുന്ന വ്യക്തിയോട് ഉണ്ടായിട്ടുള്ള വല്ലാത്ത ഒരു തരം പകയാണ് ഈ പാർട്ടിക്ക് ഇന്നും ഈ പറയുന്ന രീതിയിൽ സുരേഷിന്റെ മേൽ അവർ ചാർത്തുന്നത്. VSനോടുള്ള പക VS മരണപ്പെട്ട് ഇപ്പോഴും അവർക്ക് അവസാനിച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ കേരള സമൂഹം അതിനി ഉത്തരം ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ കാട്ടിക്കൂട്ടുന്ന കെടുകാര്യസ്ഥത അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് കാട്ടിക്കൂട്ടുന്ന നിരവധി പ്രക്രിയകൾക്കൊപ്പം ഒഴുക്കിനൊത്തു പോകാതെ അവരെ ചോദ്യം ചെയ്തു എന്നുള്ള, അതായത് TP ചന്ദ്രശേഖരന്റെ വധം മുതൽ ഈ പറയുന്ന അറിഞ്ഞും അറിയാതെയും പുറത്തു വന്ന പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എതിർത്തിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇവർക്ക് ആ ഒറ്റ കാരണമെന്നല്ല, ഈ പറയുന്ന എല്ലാ ചെയ്തികൾക്കും അദ്ദേഹം എതിർപ്പായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് നീട്ടി പരത്തി പറയേണ്ട കാര്യമില്ല. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ 8 പ്രാവശ്യം പാർട്ടി അത് സ്ഥാനാർത്ഥിയാക്കാനായി കോൺഗ്രസ് പോകുമ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് അദ്ദേഹം ആവലാതിപ്പെടുമ്പോൾ 8 പ്രാവശ്യം എടുക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ പറയുമ്പോൾ ഗോവിന്ദനും അല്ലെങ്കിൽ ഈ പാർട്ടിക്കും സംസ്ഥാന ഘടകത്തിലുള്ളവരോടും ഒരേ ഒരു ചോദ്യം മാത്രമേ ഈ പാർട്ടിയുടെ സംഘടനാ തത്വം അറിയാവുന്ന സുരേഷിന് ചോദിക്കാനുള്ളൂ. ഞാൻ വെറും ഒരു ബ്രാഞ്ച് അംഗമാണ്. വെറും ഒരു ബ്രാഞ്ച് അംഗമായ എന്നെ പാർട്ടിയിലേക്ക്
പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് എന്തിന് സംസ്ഥാന നേതൃത്വം ഇടപെടണം? അതിന്റെ ആവശ്യമുണ്ടോ? കാര്യം അദ്ദേഹം ബ്രാഞ്ചിലെ അംഗമായിരിക്കുന്ന സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഗ്രൂപ്പിൽ അംഗമാക്കണം. പാർട്ടിയിൽ ഒരു ഘടകത്തിന്റെ അനുസരിച്ച് ഗ്രൂപ്പ് അംഗമാകുന്നു, എന്നിട്ട് അദ്ദേഹത്തിനെ പിന്നെ കാൻഡിഡേറ്റ് മെമ്പർ ആക്കുന്നു. കാൻഡിഡേറ്റ് മെമ്പർ ആയ ശേഷം അദ്ദേഹം പാർട്ടി മെമ്പർ ആകുന്നു. അതിന് ഘട്ടങ്ങൾ 1, 2, 3 ഘട്ടങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തീരുമാനിച്ചാൽ പോരെ എന്ന് സുരേഷ് തന്നെ ചോദിക്കുകയാണ്. അവിടെയാണ് ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ എത്ര ഘടകങ്ങൾക്ക് മേലിലാണ് അദ്ദേഹം നിൽക്കുന്നത്? അദ്ദേഹം എന്തിനിതിൽ ഇടപെടണം? അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി ഒരിക്കൽ കൂടി ഈ പറയുന്ന രീതിയിൽ VS അച്യുതാനന്ദൻ പറയുന്ന നേതാവിനെ മരണശേഷവും അദ്ദേഹത്തിനൊപ്പം നടന്ന ഒരു അദ്ദേഹത്തിന്റെ സഹായിയായി നിന്നൊരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമല്ലേ? എന്തിന് ഇത്ര അദ്ദേഹത്തിനോട് ഇവർ ഇത് കാട്ടണം? ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനെ മലമ്പുഴയിൽ ഈ പറയുന്ന സുരേഷിനെ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പോകുന്നു, UDF സ്വതന്ത്രനായി നിർത്താൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെ ആർക്കാണ് സ്നേഹം? ഒരു ത്രാസിൽ മേൽ തൂക്കിയാൽ VS മകനോടാണോ മലമ്പുഴക്കാർക്ക് സ്നേഹം, അതോ VS സഹായിക്കാണോ എന്ന് നോക്കാൻ ത്രാസിന്റെ കനം നോക്കുന്ന രീതിയിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു. അവിടെ ഒന്നുകൂടെ പറയേണ്ടി വരും, VS മകനെ നിർത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. VS മകനും അവരുടെ കുടുംബവും ഈ പാർട്ടിയുടെ മറ്റൊരു ചതിക്കുഴിയിൽ നിന്ന് ഇപ്പോൾ ഒന്ന് ലേശം രക്ഷപ്പെട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. അതായത് പത്മവിഭൂഷൺ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ VS മരണാനന്തര ബഹുമതിയായി ഏർപ്പെടുത്തുമ്പോൾ അവിടെ ഒരു വൻ ചതിക്കുഴി ഈ പാർട്ടി ആ കുടുംബത്തിന് വേണ്ടി കണ്ടുവച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ BJP ഭരിക്കുന്ന കേന്ദ്രം നൽകുന്ന ഒരു ആനുകൂല്യവും അദ്ദേഹം കൈപ്പറ്റുകയില്ലായിരുന്നു എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കഴിഞ്ഞില്ല എന്ന് വരുത്തി തീർക്കാൻ ഈ പാർട്ടി ശ്രമിക്കുകയായിരുന്നു. അതായത് ഈസിയായി ഈ മകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മകളെയും അവരുടെ കുടുംബത്തെയും അവർ തീരുമാനിച്ചോട്ടെ, അവരുടെ കുടുംബം തീരുമാനിക്കട്ടെ എന്ന് ഈ MV ഗോവിന്ദൻ പറയുമ്പോൾ അദ്ദേഹത്തെ കുറച്ചെങ്കിലും അറിയാവുന്ന ഈ പാർട്ടി, ഈ CPM എന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിയുടെ ഒറ്റ വാക്കാണ് ആ കുടുംബത്തെ അതിൽ നിന്ന് പിന്തിരിക്കാൻ അല്ലെങ്കിൽ അത് വാങ്ങണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്, സുരേഷിൽ തുടങ്ങി സുരേഷിന്റെ കാര്യം ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ഇപ്പോഴും ഈ പാർട്ടി പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനിങ്ങനെ VS ഇവർ ഈ പറയുന്ന രീതിയിൽ മരണശേഷവും പെരുമാറണം? ഒരു പാർട്ടി അംഗം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മരിച്ചതിന് തുല്യമാണ് എന്ന് അവരുടെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ടിക്കൂറുള്ളവർ പറഞ്ഞിട്ടുള്ളത് പോലെ VS കൂടെ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിനെ ഒന്ന് സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഈ സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയെ ഇവർ ഇങ്ങനെ വിടാതെ വേട്ടയാടുമ്പോൾ നിരവധി പേരെ പാർട്ടിയിൽ നിന്ന് ഒരു വേള പുറത്താക്കപ്പെട്ടവരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്ന രീതിയിൽ പെരുമാറിയതായിട്ടുള്ള നേർസാക്ഷ്യങ്ങൾ നമ്മോട് വിവരിച്ച നിരവധി നേതാക്കൾ, അതായത് കണ്ണൂർ തന്നെയുള്ള നിരവധി നേതാക്കൾ, CPM നിന്ന ഇടത് സഹയാത്രികൾ നമ്മളോട് അവരുടെ വേദന നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു പൊതു ഇടത്ത്, ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ, ഒരു പൊതു ഇടത്ത് ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ പോലും കഴിയാതെ, അതായത് പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ അവഹേളനം ഏറ്റുവാങ്ങിയ നിരവധി പേർ നമ്മോട് അവരുടെ ആ വിഷമം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, CPM എന്ന് പറയുന്ന പാർട്ടി അവർക്കുണ്ടായിരുന്ന അല്പമെങ്കിലും AKG പോലെ ഒരു വലിയ മനുഷ്യസ്നേഹി നയിച്ച ഈ പാർട്ടിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അവരുടെ മനുഷ്യമുഖമാണോ? സുരേഷ് ചെയ്ത തെറ്റ് അവർ കാണിക്കുന്നത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുത്തു എന്ന്. സുരേഷ് എന്ത് വാർത്തയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതെന്ന് സുരേഷ് തന്നെ ചോദിക്കുമ്പോൾ താനൊരു വെറും ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അല്ലെങ്കിൽ PV യോഗവും നടക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്ത് ചോർത്തിക്കൊടുക്കാനാണ് എന്നാണ് സുരേഷ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹം ഒന്നും ചെയ്തില്ല, അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല എന്ന് സുരേഷ് പറയുമ്പോഴും അദ്ദേഹം എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു എന്ന് പാർട്ടി പറയുമ്പോഴും ജനത്തിന് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യം, അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പൊലക്കയാണോ എന്നാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട MV ഗോവിന്ദൻ പാർട്ടി ക്ലാസുകൾ പ്രത്യശാസ്ത്രം വിളമ്പുമ്പോൾ ഈ സുരേഷിനെ മുന്നിൽ നിർത്തി നിങ്ങൾ കാണിക്കുന്ന ഈ പൊറാട്ടു നാടകം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം തീർച്ചയായും തിരിച്ചറിയും. നിങ്ങൾ കാണിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന ഇടം നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വൈകാതെ തിരിച്ചറിയുന്ന ഒരു കാലം നമുക്ക് കാണാനാകും.